ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഐനോസിനെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിട്ടോ. അപ്പം കുറച്ച് നേരത്തെ മുമ്പ് KMCT ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആക്കണം, 5 ദിവസം എന്തായാലും കിടത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് കുറേ ദിവസമായിട്ടോ കഫക്കെട്ട് ഇതൊക്കെ തുടങ്ങിയിട്ട് പനിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഡോക്ടറെ കാണിച്ചു, ഇവിടെ താമരശ്ശേരി തന്നെയുള്ള ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഗുളികയും മരുന്നൊക്കെ തന്നീനും. അപ്പോൾ കുറച്ച് കുറവുണ്ടായിന്. അപ്പോൾ ആവി ഇടിക്കാൻ പറഞ്ഞു. 3 ദിവസം രാവിലെ രാത്രിയും വൈകുന്നേരവും ആവി ഇടിക്കാൻ പറഞ്ഞിന്. അങ്ങനെ 3 ദിവസം രാവിലെ വൈകുന്നേരം ആവി ഇടിച്ചു. അപ്പോൾ ഇന്നായിരുന്നു ലാസ്റ്റ് ദിവസം ആവി ഇടിക്കേണ്ടി. അപ്പോൾ ഇന്ന് രാവിലെ ആവി ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിന്. ആവി ഇടിച്ചതിന് ശേഷം ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിന്. അങ്ങനെ ഒന്ന് അവനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല കഫക്കെട്ടുണ്ട്, മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഫക്കെട്ട് തീരെ കുറഞ്ഞിട്ടില്ല, നല്ലോണം കഫക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ഓൻ്റെ സൗണ്ട് വേറെ സൗണ്ട്, ഓൻ്റെ എന്താ പറയുക, എന്താ ഒരു ഇതുവരെ ഇല്ലാത്തൊരു സൗണ്ടായിരുന്നു ഓന്. ഓൻ്റെ ആ കുഞ്ഞ് സൗണ്ടിൻ്റെ കൂടെ ഒരു എന്താ പറയുക കഫൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൗണ്ട് പോലെ ഒക്കെ അതിനോന് ചുമയ്ക്കുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം കഫമുണ്ട്, അപ്പോൾ തീരെ കുറവില്ല, അതിനെക്കൊണ്ട് ഒരു നേരം കൂടി നിങ്ങൾ ഗുളികയും മരുന്നും കൊടുത്തു നോക്കിയിട്ട് എന്തായാലും കുറവില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കാണിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഉച്ചക്ക് ഗുളിക കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓന് ക്ഷീണം കൊണ്ട് ഓന് ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് നേരത്തെ മുമ്പ് വീണ്ടും ഓന് ശ്വാസം കിട്ടുന്നില്ല, ചുമച്ചിട്ട് തീരെ ഓന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ എന്തോ ഒരു വെപ്രാളവും എല്ലാം കൊണ്ട് ഓന് ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ. അപ്പോൾ ഓന് കുറച്ച് നേരത്തെ മുമ്പ് ഉമ്മച്ചൊക്കെ KMCT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം കഫം കെട്ടുണ്ട്, അതിനെക്കൊണ്ട് എന്നെ അഡ്മിറ്റ് ആക്കണം, 5 ദിവസം എന്തായാലും കിടക്കേണ്ടി വരും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസം നല്ല സന്തോഷിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇവിടെ ആർക്കും സുഖമല്ല, ഐനോസിനൊന്നുമില്ല, എല്ലാവർക്കും സുഖമല്ല. അമ്മച്ചിക്കായാലും വാപ്പച്ചിക്കായാലും താത്തക്കായാലും താത്തൻ്റെ 2 മക്കൾക്കായാലും ആർക്കും സുഖമല്ല. എല്ലാവരും അവസ്ഥ അതിന് തന്നെയാണ്. അപ്പോൾ ഒന്നാമത് കാലാവസ്ഥൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നത്, എല്ലായിടത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഐനോസിന് ഇങ്ങനൊരു കഫക്കെട്ട് അവൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ടെൻഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക. ഞാനിപ്പോൾ ഭയങ്കര എന്താ പറയുക സങ്കടത്തിലാണ്. എന്താ പറയേണ്ടി എന്താക്കേണ്ടിയെന്നൊന്നും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അപ്പം ഞാൻ ഇപ്പോൾ കാക്കൂനെ അമ്മച്ചിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അമ്മച്ചി എന്തായാലും നാളെ അവിടുന്ന് രാവിലെ അമ്മച്ചി വരും ഇങ്ങോട്ട്. അപ്പോൾ 5 അമ്മച്ചിനെ കൊണ്ട് എന്തായാലും ഒറ്റക്കാവല്ലോ, ഹോസ്പിറ്റലൊക്കെ അല്ല. അപ്പോൾ എന്തെങ്കിലും മരുന്നിൻ്റെ ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഐനോസിൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് പണിയുള്ളതുകൊണ്ട് ഉപ്പാക്കും അങ്ങനെ ഇരിക്കാനാവില്ല. അപ്പോൾ അമ്മച്ചി എന്തായാലും അവിടുന്ന് വരും എന്ന് പറഞ്ഞേക്ക്. അപ്പം നാളെ രാവിലെ അമ്മച്ചി വരും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ഐനോസിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കട്ടെ. എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ ഇതുപോലെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ഐനോസിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കട്ടെ. വേഗം വരട്ടെ, ഓൻ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം വന്നാൽ മതിയേനു. അല്ലാണ്ട് എനിക്ക് ഒരു സമാധാനമില്ല. എനിക്ക് വർത്താനം പറയാനൊന്നും തീരെ പറ്റുന്നില്ല. കാരണം അതുപോലൊരു അവസ്ഥയിലാണ് ഓന് ഇവിടുന്ന് പോയത്. ഇങ്ങനെ അഡ്മിറ്റ് ആക്കേണ്ടി വരുന്നൊന്നും വിചാരിച്ചില്ല. മരുന്നൊക്കെ കുടിച്ചാൽ വേഗം മാറും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ആരെ ദുആ ആണ് പരിചയം സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെല്ലാവരെയും മോനാണല്ലോ നമ്മൾ ഐനോസ്. അപ്പോൾ നമ്മൾ ഐനോസിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വേഗം തന്നെ ഓൻ ഹോസ്പിറ്റലിൽ വന്നാൽ മതി. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.